ജപ്തി ചെയ്ത വസ്തു വാങ്ങുമ്പോൾ പലർക്കും ഏറ്റവും വലിയ കൺഫ്യൂഷൻ ജപ്തിയായ തുക എമൗണ്ടായി കാണിക്കണോ എന്നതാണ്. ശരിയായ വിവരം ഇതാണ്. ബാങ്ക് ജപ്തി ചെയ്യുമ്പോൾ കുടിശ്ശിക തുക കണക്കാക്കും, പക്ഷേ വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത് അതിന്റെ മാർക്കറ്റ് മൂല്യത്തെ അടിസ്ഥാനിച്ചാണ്. അതായത് നിങ്ങൾ വാങ്ങുമ്പോൾ ജപ്തി തുക നിങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പരിഗണിക്കേണ്ടത് ബാങ്ക് നിശ്ചയിച്ച റിസർവ് പ്രൈസ് ആണ്. ഇതാണ് ബാങ്ക് സ്വീകരിക്കുന്ന കുറഞ്ഞ വിലയും. ഇത് ഫെയർ മാർക്കറ്റ് മൂല്യത്തിൽ നിന്നും സർക്കിൾ റേറ്റിൽ നിന്നും വസ്തുവിന്റെ നിലയിൽ നിന്നുമേ കണക്കാക്കുന്നതാണ്. ബിഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നൽകുന്നതും ഇതേ റിസർവ് പ്രൈസ് അടിസ്ഥാനമാക്കിയ തുകയാണ്. ജപ്തി ചെയ്ത തുക ബാങ്കിന്റെ ഇന്റേണൽ കണക്കാണ്, നിങ്ങളുമായി ബന്ധമില്ല. പക്ഷേ ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, സൊസൈറ്റി ഡ്യൂസ് എന്നിവ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അടയ്ക്കേണ്ടി വരാം. അത് പരിശോധിക്കണം. ഡോക്യുമെന്റ് ക്ലിയർ ടൈറ്റിൽ ആണോ? പ്രീവിയസ് കേസ് ഉണ്ടോ? എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ശരിയാണോ? ഓപ്ഷൻ ടേംസ് മുഴുവൻ വായിച്ചതാണോ? ഇവ ഉറപ്പാക്കണം. സാവധാനമായി പരിശോധിച്ചാൽ ജപ്തി ചെയ്ത വസ്തു വാങ്ങുന്നത് വലിയ ലാഭമാകാം. കാരുണ്യ ഫിനാൻസ് മീഡിയ നിങ്ങളുടെ സാമ്പത്തിക ചിന്തകളെ ശക്തമാക്കാൻ. പുതിയ വിവരങ്ങൾ അറിയാൻ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.